ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിവിടെ അവധിയാണ് കേട്ടോ. ഈ അവധിയുടെ ദിവസത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഹോളിയുടെ ഒരു കഥയായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ അവധിയുള്ള ദിവസങ്ങളിൽ, അതായത് പ്രത്യേകതയുള്ള ദിവസങ്ങളിലെ കഥകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. ഇന്നത്തെ പ്രത്യേകത ദിവസത്തിന് കുടിപ്പുടവ എന്നാണ്. അതിന് പിന്നിലൊരു കഥയുണ്ട്. ഇവിടെ രാവിലെ ആളുകൾ എണ്ണീറ്റ് വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മാവല വേപ്പലയൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ട് കോലമൊക്കെ വരച്ച് അതിന് ശേഷമുള്ളൊരു സംഭവമാണ് ഈ കമ്പിനകത്ത് കുത്തിയിട്ട സാരി. ഇതൊരു പ്രത്യേകത തന്നെയാണ്. എല്ലാ വീടുകളിലും കാണും. പ്രത്യേകിച്ച് മഹാരാഷ്ട്രീയൻസ് ആയിട്ടുള്ള ആളുകളുടെ വീടുകളുടെ എല്ലാം ഫ്രണ്ടിലായിട്ട് ഈ സംഭവം കാണും. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. പണ്ടൊരിക്കൽ ദൈവമായ ബ്രഹ്മാവ് ഈ ലോകം സൃഷ്ടിച്ച ദിവസമായിട്ടാണ് ഈ ഗുഡിപ്പുടവ എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം ഇവിടെ ഉള്ളവർ ന്യൂ ഇയർ ആയിട്ട് കൂടി ആഘോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രീയൻസ് ആണേ. അപ്പോൾ ഇത് കൂടാതെ ഒരു കഥയും കൂടെ ഞാൻ ഗൂഗിളിൽ കയറി കണ്ടുപിടിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സംഭവമാണ്. ശ്രീരാമൻ രാവണനെ തോൽപ്പിച്ച് അയോധ്യയിലേക്ക് തിരികെ വന്നതിന് ശേഷം ജനങ്ങൾ സന്തോഷത്തോടെ ഗുടി ഉയർത്തി എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ഈ ഗുടി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണെന്നല്ലയോ, ഈ ഗുടി എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് പോലെ ആക്കി വെക്കുന്ന ഒരു സംഭവമാണ്. അതായത് മുളക്കമ്പിനകത്ത് വലിയ സാരി ചുറ്റി അതിനുശേഷം നമ്മൾ ഈ ഒരു പാത്രം കമത്തി മാവല വേപ്പല പിന്നെ അതിൻ്റെ ഒരു കുറച്ച് പൂക്കളൊക്കെ കൊണ്ട് ഒരു മാലയൊക്കെ കെട്ടി അതിനെ അലങ്കരിച്ച് ഇങ്ങനെ വെച്ചിരിക്കും. അതിനാണ് ഈ ഗുടി ഉയർത്തി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഈ ഗുടി ഉയർത്തി ഇങ്ങനെ വെച്ചിരിക്കും. അതാണ് ഇവിടുത്തെ ആളുകൾ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്ന ദിവസം. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത കഥയായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബായ്.